ഹലോ ഗായ്സ്, അപ്പോൾ ഇന്നത്തെ നമ്മളെ കഥ ഫെബ്രുവരി 24 നമ്മളെ പാത്തുവിനെ എഴുത്താനായിട്ട് കൊല്ലൂർ മൂകാംബികയിലേക്കാണ് കേട്ടോ നമ്മളീ പോകുന്നത്. ഇതായിരുന്നു നമ്മുടെ ബസ് വന്നിട്ടുണ്ടായിരുന്നത്. ഒരു AC ട്രാവലർ, നല്ല സൗകര്യമുള്ള നല്ല വണ്ടിയായിരുന്നു കേട്ടോ. തറവാട്ടിലിങ്ങനെ കൈത് നേർച്ച ഉണ്ടായിരുന്നതുകൊണ്ട് എനിക്ക് അവിടെ പൂച്ചക്കാടാണല്ലോ അടുത്ത്. പിന്നെ നമുക്ക് കൊല്ലൂർ പോകുമ്പോൾ അതുവഴിയാണല്ലോ പോകേണ്ടത്. അങ്ങനെ ഞാനും പാപ്പും അവിടെ തന്നെയായിരുന്നു നിന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മളെല്ലാവരും കൂടിയിട്ട് വണ്ടിയിൽ കയറി കേട്ടോ. വണ്ടിയിൽ കയറി ഉടനെ പാപ്പുവിന് നല്ല ഇഷ്ടമായ. പാപ്പുവിന് ഈ വണ്ടി യാത്ര എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. 2 ദിവസമായിട്ട് പാപ്പുവിന് ഒട്ടും വയ്യായിരുന്നേ. അതുകൊണ്ട് ഈ മൂകാംബിക ട്രിപ്പിൽ നമ്മൾ ഉണ്ടാവുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ തന്നെ നമുക്ക് സംശയം ഉണ്ടായിരുന്നു. പക്ഷേ എന്തോ ഭാഗ്യം കൊണ്ട് വലിയ പ്രശ്നമില്ലാണ്ട് തന്നെ പോയിട്ട് തിരിച്ചു വരാനും പറ്റിയിട്ടുണ്ടായിരുന്നേ. നമ്മൾ ഹൈവേ വഴിയായിരുന്നു കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. റോഡിൻ്റെ അവസ്ഥയൊക്കെ ഇപ്പോൾ ഇങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് ഹോട്ടലും കാര്യങ്ങളൊക്കെ അങ്ങനെ കുറച്ച് തേടി പിടിക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ഏകദേശം 1 മണിയാകുമ്പോഴായിരുന്നു നമ്മൾ ഹോട്ടലിൽ എത്തിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ മീൽസ് ആയിരുന്നു ഏകദേശം എല്ലാവരും. പിന്നെ കുറച്ച് ആൾക്കാർ ചപ്പാത്തിയും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ പനീർ ഫുള്ള് വെജ് തന്നെ ആയിരുന്നു. ഉടുപ്പിയായിരുന്നു കേട്ടോ ഹോട്ടലിൻ്റെ പേര്. നമ്മുടെ സാധാരണ മറ്റേ ഉടുപ്പിയല്ല, ഇതിന് ഉടുപ്പി തന്നെയായിരുന്നു കേട്ടോ പേരുണ്ടായിരുന്നത്. എന്നാൽ അവിടുത്തെ നീറ്റ്നസ്സും കാര്യമൊന്നും ഇവിടെ കിട്ടിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ നല്ല തന്നെയായിരുന്നേ ഫുഡൊക്കെ. ഗോബി ചില്ലിയും പനീർ ചില്ലിയും പിന്നെ മൊയ്ത്തോ അങ്ങനെ എന്തൊക്കെയോ കുടിച്ചിട്ടും കഴിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് പിന്നെ അവിടുന്ന് ഓരോ ഫുഡിൻ്റെയും പാനിപ്പൂരി ചാട്ടും ഒക്കെ കണ്ടിട്ട് ഇങ്ങനെ കരിയെന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ എല്ലാവരും അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ തീരുമാനിച്ചു. അങ്ങനെ നമ്മൾ വീണ്ടും ബസ്സിൽ കയറിയിട്ട് അങ്ങനെ നമ്മൾ മുക്കേ എത്തുമ്പോൾ എൻ്റെ കോളേജ് കണ്ടപ്പോൾ എനിക്ക് നൊസ്റ്റു അടിച്ചത്. ഇതാണ് കേട്ടോ എൻ്റെ മുക്കേ, നമ്മുടെ മുക്കയിലുള്ള എൻ്റെ മെഡിക്കൽ കോളേജ് ശ്രീനിവാസ് ഹോസ്പിറ്റൽ. അതിൻ്റെ വീഡിയോ ഒക്കെ എടുത്തു. ഞാൻ അർജുട്ടൻ അവിടെ കുറേ കഥകളൊക്കെ പറഞ്ഞു, നമ്മുടെ ഫ്രണ്ട്സിൻ്റെ കോമഡികളൊക്കെ പറഞ്ഞു. അങ്ങനെ നമ്മൾ കുറച്ച് സമയം സഞ്ചരിച്ചതിന് ശേഷം നമ്മൾ എല്ലാവരും ഉറക്കമൊക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ മൂകാംബിക എത്തി. ജ്യോതിസ് റെസിഡൻസി അതായിരുന്നു കേട്ടോ നമ്മുടെ ഹോട്ടലിൽ വന്നിട്ടുണ്ടായിരുന്നത്. ഇവിടെ തന്നെയാണ് അനിയേട്ടൻ മുന്നേ വന്നാലൊക്കെ അവർ സ്റ്റേ ചെയ്യാറുള്ളത്. അതുകൊണ്ട് നമ്മൾ അവിടെ തന്നെയായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. എത്തിയ ഉടനെ എല്ലാവർക്കും നല്ല ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു. ഓരോരാൾക്ക് ഓരോ സ്ഥലത്തായിട്ട് അങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ റെസ്റ്റ് എടുക്കുകയാണ് കേട്ടോ. 3rd ഫ്ലോർ ആയിരുന്നേ നമ്മുടെ റൂം വന്നിട്ടുണ്ടായിരുന്നത്. അവിടെ 5 റൂമായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത് അനിയേട്ടൻ. 315 മുതൽ 319 വരെ ആയിരുന്നു കേട്ടോ നമ്മളെ റൂം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനിടയിൽ എന്തായാലും 317 ഉണ്ടാവുമല്ലോ. അങ്ങനെ 17 കണ്ടുകൊണ്ട് അവിടെ തന്നെ കയറാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ വേഗം 317ലേക്ക് കയറി കേട്ടോ. ഇതാണ് നമ്മളെ റൂം വന്നിട്ടുണ്ടായിരുന്നത്. റൂമൊക്കെ നല്ല സൂപ്പറായിരുന്നേ. എത്തിയ ഉടനെ പാപ്പു നല്ല എക്സൈറ്റഡ് ആയിട്ടുണ്ട്. കാരണം പാപ്പുവിൻ്റെ ആദ്യത്തെ ഒരു ടൂറാണ്. നമ്മളിങ്ങനെ വേറൊരു റൂമിൽ നിൽക്കുന്നത് ആദ്യമായിട്ടാണ്. അപ്പം അത് ചേട്ടൻ ജസ്റ്റ് ഒന്ന് റൂമിൻ്റെയൊക്കെ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതാണ് നമ്മുടെ പുറത്തൊരു വ്യൂ വന്നിട്ടുണ്ടായിരുന്നു. കുറേ ബിൽഡിങ്ങും കാര്യങ്ങളും അങ്ങനെയൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നത് ഈ ബാൽക്കണിയിൽ ഇങ്ങനെ കാണാൻ. എന്നാലും വെറുതെ ഇവിടെ നിന്ന് ചായയൊക്കെ കുടിക്കാൻ നല്ല രസമാണ്. മുന്നേ എവിടെ പോകുമ്പോഴും ഞാൻ കുറേ ബാഗ് എടുക്കുന്നുണ്ട്. അർജുട്ടന് ഭയങ്കര പരാതിയായിരുന്നു. ഇപ്പം അതിന് കൂടെ 2 ബാഗ് എക്സ്ട്രാ എടുക്കേണ്ടി വരുന്നു പാപ്പുവിന് വേണ്ടിയിട്ട്. പിന്നെ പാപ്പുവിൻ്റെ കുറേ മരുന്നും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അത് കൊടുക്കാനും കുറച്ച് പണിയായിരുന്നു. പിന്നെ ഞാൻ പാപ്പുവിനെ അതിനിടയ്ക്ക് ഫീഡൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നേ. ഇനി നമ്മളൊരു 6:30 ആകുമ്പോഴായിരുന്നു അമ്പലത്തിലേക്ക് എത്തേണ്ടിയിരുന്നത്. അങ്ങനെ നമ്മൾ കുറച്ച് വൈകിയതുകൊണ്ട് അവരോടൊക്കെ മുന്നിലേക്ക് നടക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ മൂന്നാളും കുറച്ച് വൈകിട്ടാണ് എത്തിയത്. വൈകിട്ട് വന്ന കറക്റ്റ് സമയത്തായിരുന്നു അവർ ഫസ്റ്റ് പോയെന്നേ ഉള്ളൂ കേട്ടോ. കൊല്ലൂർ എത്തിയപ്പോഴാണ് സത്യം പറഞ്ഞാലൊരു ആശ്വാസമായത്. കാരണം വരാൻ പറ്റില്ല എന്ന് വിചാരിച്ചിട്ട് അവസാനം അവിടെ എത്തിപ്പെട്ടു. നമ്മളങ്ങനെ ചുറ്റൊന്ന് വലമൊക്കെ വെച്ചു കേട്ടോ. അപ്പോൾ അതിനിടയ്ക്ക് നന്ദിയോട് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു 3 വർഷം മുന്നെയാണ് നമ്മളിവിടെ കൊല്ലൂരേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. അന്ന് നമുക്കൊരു ചടങ്ങുണ്ടായിരുന്നു. എനിക്ക് അർജുട്ടൻ ഒന്നും കൂടി കല്യാണം കഴിക്കാൻ്റെ ഒരു ചടങ്ങുണ്ടായിരുന്നു കേട്ടോ. അതിനിടയ്ക്ക് എല്ലാവരും നെയ്വിളക്കൊക്കെ കത്തിക്കുന്നുണ്ട്. അർജുട്ടൻ അങ്ങനെ പാപ്പുവിൻ്റെ കാലൊക്കെ ഒന്ന് അമ്പലത്തിലേക്ക് തൊടിയിപ്പിച്ചു. പിന്നെ പാപ്പു ഇന്ന് ഇട്ടിട്ടുണ്ടായിരുന്ന ഈ ഡ്രസ്സ് സജിനേച്ചിയുടെ ഗിഫ്റ്റായിരുന്നു. പാപ്പുവിന് നല്ല ഭംഗിയുണ്ടായിരുന്നു അത് ഇട്ടിട്ട് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ അനിയേട്ടൻ അവിടെ പൂജയും കാര്യങ്ങളൊക്കെ ചെയ്തതുകൊണ്ട് നമുക്ക് ക്യൂ ഒന്നും നിൽക്കാണ്ട് തന്നെ ദീപാരാധനയ്ക്ക് മുന്നേയും ദീപാരാധനയ്ക്ക് ശേഷം അമ്പലത്തിൽ തൊഴാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല വൃത്തിയിൽ സമാധാനത്തിൽ തന്നെ തൊഴാൻ പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. വൈകുന്നേരം 2 നേരം തന്നെ തൊഴാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ വിളക്കൊക്കെ ഇനി കത്തിക്കണം ദീപാരാധനയ്ക്ക് ശേഷമുള്ള. ആ 2 നേരം പ്രാർത്ഥിച്ചൊക്കെ ചെയ്തു. പിന്നെ കുറേ ആൾ നെയ്വിളക്കൊക്കെ കത്തിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് പിറ്റേ ദിവസം രാവിലെ അർജുനൊരു വിളക്ക് കൊടുക്കാൻ നിർത്തിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മളപ്പം നെയ്വിളക്ക് കഴിച്ചിട്ടുണ്ടായിരുന്നില്ലേ. പിന്നെ കൊല്ലൂർ വന്നാൽ ഈ തേരിൻ്റെ മുന്നിൽ നിന്ന് ഫോട്ടോ എടുക്കലെല്ലാം ഒരിതാണല്ലോ. അങ്ങനെ എല്ലാവരും ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. തലേന്നാൾ ഇങ്ങനെ വലുതായിട്ട് ഒരുങ്ങിയിട്ടൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് കുളിച്ച് ഫ്രഷ് ആയതിനു ശേഷം അമ്പലത്തിൽ വന്നുകൊണ്ട് നമ്മളധികം ഫോട്ടോസൊന്നും എടുക്കാൻ നിന്നിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇതൊക്കെ ഒരു ഓർമ്മകളാണല്ലോ. ഇതായിരുന്നു കേട്ടോ നമ്മുടെ പൂജാരി വന്നിട്ടുണ്ടായിരുന്നത്. അയാൾ നമുക്ക് വേണ്ടി കുറേ പ്രാർത്ഥനയൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അമ്പലത്തിൽ തന്നെ കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. എന്തോ ഭാഗ്യത്തിന് അങ്ങനെ വലിയ തിരക്കൊന്നും ഇല്ലാണ്ട് തന്നെ ഫുഡിൻ്റെ അവിടെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ഫുഡ് കഴിക്കുമ്പോൾ അവിടെ 2 റൂമായിട്ട് വരുന്നുണ്ട്. അതായത് ഫുഡ് കഴിക്കാനുള്ള ഹോളായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഭാഗ്യത്തിനോന്ന് അറിയില്ല, നമ്മൾ കയറിയത് നമ്മളെ ആ ടീം ഫസ്റ്റായിരുന്നു കയറിയിട്ടുണ്ടായിരുന്നു. മറ്റേ റൂം അപ്പോഴത്തേക്ക് അടച്ചു. അങ്ങനെ നമ്മുടെ ടീമായിരുന്നു ഫസ്റ്റ് അതിൽ കയറിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തിരക്കുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഇരുന്ന് തന്നെ നല്ല വൃത്തി കഴിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. 2 കറിയായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. ചോറും കറിയൊക്കെ നമുക്ക് ഇഷ്ടം പോലെ അവർ തരും. പിന്നെ പായസം ഉണ്ടായിരുന്നു കേട്ടോ.
അങ്ങനെ ഫുഡൊക്കെ അവിടുത്തെ സൂപ്പറായിരുന്നു. സൂപ്പർ മീൻസ് പിന്നെ കുറേ വർഷം മുന്നേ ഞാൻ അവിടെ കൊല്ലൂർന്ന് കഴിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം എനിക്ക് ഓർമ്മയില്ല പണ്ട്. പിന്നെ എൻ്റെയും ചക്കരൻ്റെ അരങ്ങേറ്റം ഇവിടെ നിന്നായിരുന്നു ഉണ്ടായത് 2007 എൻ്റെയും ചക്കരേൻ്റെയും ഡാൻസിൻ്റെ അരങ്ങേറ്റം ഉണ്ടായിരുന്നത്. ഏതായാലും ഫുഡ് നല്ല ഓർത്തിൽ ഇരുന്ന് കഴിക്കാൻ പറ്റിയോണ്ട് പാപ്പൂല്ലോണ്ട് അതൊരു സമാധാനം. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് വരുമ്പോഴത്തേക്ക് നമ്മുടെ വിളക്കൊക്കെ ഇവിടെ തെളിഞ്ഞിട്ടുണ്ട്. അങ്ങനെ അവിടെ നിന്ന് കുറച്ച് സമയം പ്രാർത്ഥിച്ച് കുറേ സമയം ഇരുന്നതിന് ശേഷമായിരുന്നു കേട്ടോ നമ്മൾ റൂമിലേക്ക് മടങ്ങിയിട്ടുണ്ടായിരുന്നത്. ശരിക്കും പറഞ്ഞാൽ വിശ്വസിക്കാനേ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം അവസാനം വരെ നമുക്കിനി പോകാൻ പറ്റൂലേ എന്ന് വിചാരിച്ചിരുന്ന് അവിടേക്ക് എത്തിപ്പെട്ടു. അതിനിടയ്ക്ക് നമുക്ക് കുറേ പ്രാർത്ഥനയൊക്കെ ഉണ്ടായിരുന്നു, നല്ലപോലെ ഒന്ന് പോയിട്ട് തിരിച്ചു വരാൻ പറ്റണേന്ന്. നൈഹൻ്റെ എഴുത്തിനും നമ്മൾ പോകാണ്ടിരുന്നത്, എന്തായാലും ഇതിന് പോകേണ്ടി വരും. പിന്നെ 2 തവണ മോളെ കൊണ്ട് കൊല്ലൂർ പോകണ്ടേന്നെല്ലാം വിചാരിച്ചിട്ടായിരുന്നു കേട്ടോ. പിന്നെ നാളെ പാപ്പൂന് നമ്മൾ ചോറ് കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഈ അമ്പലങ്ങളിലുള്ള ദർശനം എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല. ദൈവം നമ്മളവിടെ വിളിച്ചാൽ മാത്രമേ അവിടെ എത്തപ്പെടും എന്ന് പറയുന്നത് അത് അനുഭവത്തിലുണ്ട് കേട്ടോ. അത് സത്യം തന്നെയാണ്, അതിൽ വിശ്വാസമുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഇത് കാണുമ്പം എൻ്റെയും ചക്കരൻ്റെ അരങ്ങേറ്റമൊക്കെ ഓർമ്മ വരുന്നുണ്ട് കുറേ വർഷം മുന്നേ. അങ്ങനെ അവിടെ കുറേ സമയം ചിലവഴിച്ചതിന് ശേഷം നമ്മൾ റൂമിലേക്ക് പോയി കേട്ടോ. റൂമിലേക്ക് എത്തിയ ഉടനെ പാപ്പുവിന് ഉറക്കേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞ് പിന്നെ ഫ്രിഡ്ജിൻ്റെ ഒന്നും ആവശ്യം നമുക്ക് സത്യം പറഞ്ഞാൽ വന്നിട്ടേ ഇല്ല. പക്ഷേ ചായ കുടിക്കണം എന്നുണ്ടായിരുന്നു. അങ്ങനെ അർജുവേട്ടൻ എനിക്ക് നല്ല ചായയൊക്കെ ഉണ്ടാക്കി തന്നു കേട്ടോ. അല്ലെങ്കിൽ എല്ലാ ഹോട്ടലിൽ പോയാൽ വലിയ റൂമൊക്കെ എടുത്തിട്ടൊന്നും കാര്യമില്ല. ആ റൂം നമുക്ക് എപ്പോഴും ഉപയോഗിക്കാൻ പറ്റാറില്ല. ഇന്നെന്തായാലും ഒരു ചായയെങ്കിലും കുടിക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അർജുവേട്ടനായിരുന്നുണ്ട് ചായ ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നത്. ഞാനപ്പോഴത്തെ കുറച്ച് സൈഡായി. പിന്നെ മോൾക്ക് കുറേ മരുന്നൊക്കെ കൊടുക്കാനുണ്ടായിരുന്നു. അതൊക്കെ കുടിച്ച് പാലൊക്കെ കൊടുത്തതിന് ശേഷമാണ് അവളൊന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഈ ടീ ബാഗിലത്തെ ചായ എനിക്ക് അത്ര വലിയ ഇഷ്ടമൊന്നുമല്ല, പക്ഷേ അവിടെ അതായിരുന്നല്ലോ. അങ്ങനെ അതൊക്കെ കുടിച്ചു. അതിനിടയ്ക്ക് നമ്മൾ ടി വിയിൽ മഴവിൽ മനോരമയിൽ മറ്റൊരു ചിരി അതായിരുന്നു. അതെനിക്ക് ഇഷ്ടമില്ലാത്ത ഷോ ആണ്, എന്നാലും ഇരുന്ന് കണ്ടു.